അപ്പൊ അതേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചൊരു മസാലക്കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ശരിക്കും ഇറച്ചിക്കറി വെക്കുന്ന പോലെയാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് ആയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും കൂട്ടാൻ പറ്റും. അപ്പം ഇന്ന് രണ്ടിനും കൂടി ഒറ്റ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറി വെക്കാം. അപ്പൊ അതേ നമുക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാമേ. പാല് തിളപ്പിച്ച് വെച്ചേക്കുന്ന ആറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജ്യൂസ് അടിക്കണം. അപ്പൊ ഇത് ആറ് കഴിയുമ്പോൾ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണേ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കണേ ഫ്രീസറിൽ വെക്കാം. അപ്പൊ താഴെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് അത് ഒഴിച്ചിട്ട് അടിക്കും. ചെറിയ തൊലി പണ്ടൊക്കെ ഇതിന്റെ തൊലി ചിരണ്ടി കളയുമായിരുന്നു. അപ്പൊ ചെറുക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഞാനങ്ങനെ ചെത്തി കളയും. ഉള്ളിൽ അധികം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിരണ്ടി കളയുന്നത്. കിഴങ്ങ് മസാലക്കറി നമ്മുടെ ഏത് പലഹാരത്തിന്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പുട്ടിനായാലും പത്തിരിക്കായാലും നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്ന ആ രുചിയിൽ തന്നെയാണ് ഇതും വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഉച്ചയ്ക്ക് എന്നും മിക്കവാറും മീൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ കറികളൊക്കെ വെച്ചിട്ട് കുറേ നാളായി. അപ്പൊ അതേ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുക്കാം. ഇത് കുക്കറിലിട്ട് ഒറ്റ വിസിലെടുത്ത് വെക്കാമേ. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്ക് മുഴുവനും ഒരു സ്പൂൺ ഉപ്പിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് വഴന്ന് വരുന്നത് അടച്ചു വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഇത്രയും പൊളിച്ചെടുക്കാം കേട്ടോ. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും വേണം. ഇതൊന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒലിവ് ഓയിലാണേ, വെളിച്ചെണ്ണ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കറികൾക്ക് മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. മീന്, ഇറച്ചി, പിന്നെ നമ്മൾ വെളിച്ചെണ്ണ പച്ചക്കറി വെക്കൂലേ കടുക് താളിച്ച്, അതിനൊക്കെ ഉപയോഗിക്കും. ഇത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. ഇതാ കടുക് പൊട്ടാറായി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ, കടുക് തെറിക്കാതിരിക്കാനാണ്. ഇതാ കടുകൊക്കെ പൊട്ടുന്നുണ്ട്. പരന്ന പാത്രം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് തെറിക്കും. നമ്മൾ ചീൻചട്ടിയിൽ ഇട്ട് വെക്കുന്നവരല്ല. നടുക്കുഴിയുള്ള പാത്രമാണെങ്കിൽ അതിനുള്ളിൽ കിടന്ന് പൊട്ടിക്കോളും, തെറിക്കത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന പാത്രമാണല്ലോ, അപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക്
വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇട്ട് കൊടുക്കുക, വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. സവാള വഴണ്ടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇടുക്കിയിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ പൊടിച്ച് വെച്ചിരുന്നത് എടുത്തുകൊണ്ട് വന്നാണേ. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. കളർ അധികം വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് മസാലയാണ് കേട്ടോ. എനിക്ക് സ്പൂൺ അളവൊന്നുമില്ല, ഞാനൊരു സ്പൂൺ അങ്ങിടും, ഒരു അളവങ്ങിടും. പിന്നെ ദേ കുറച്ച് ഗരം മസാല. ഇനി വേണ്ടത് കുരുമുളക് പൊടി. ഒക്കെ കൈയളവാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ഇടുന്നതുകൊണ്ട് നമുക്കറിയാം, അളന്നു നോക്കാനൊന്നുമില്ല. നല്ലവണ്ണം കറുക്ക വറുത്തെടുക്കണം, അതായത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഞാൻ കറുക്ക വറുത്തെടുക്കുക എന്ന് പറയും. കരിഞ്ഞു പോകുന്നതിനല്ല കേട്ടോ കറുക്ക എന്ന് പറയുന്നത്. അത്യാവശ്യം ഒന്ന് കറുത്ത് വരണം, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പൊടികളൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൂക്കും മുഖമൊക്കെ പുകയും കേട്ടോ. നമ്മുടെ ഈ ചിമ്മിനി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ജനലില്ലല്ലോ, ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ ജനലില്ല. ജനൽ ബാക്ക് സൈഡിലാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളിടത്ത് ചിമ്മിനി വാങ്ങി വെക്കേണ്ടതാണ്. ചിമ്മിനി വെക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. എക്സോസ് ഫാൻ ഉണ്ട്, അത് ഓണാക്കി ഇട്ടാൽ പോയിക്കോളും. പക്ഷേ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൊടികളെല്ലാം കൂടെ നമ്മുടെ മുഖത്തോട്ട് വന്നടിച്ചിട്ട് മുഖമൊക്കെ നല്ലവണ്ണം പുകയും കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല പാചകം ചെയ്യാൻ. അപ്പം അതേ നല്ലവണ്ണം കറുത്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. വേണ്ട, അപ്പം നല്ല ഇറച്ചിയുടെ ഗ്രേവി പോലെ ആയില്ലേ. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഉരുളൻകിഴങ്ങ് വെന്തുടഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ കുറച്ച് ഉടയ്ക്കുന്നത് നല്ലതാണ്. മുഴുവനായിട്ടല്ല, ഇടയ്ക്ക് ഇച്ചിരിച്ച് ഉടച്ചിടുന്നത് നല്ലതാവും. കറിക്കൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ചൂടുവെള്ളം ഒഴിക്കേണ്ടവർക്ക് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തിളച്ച് വരും. തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇതേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചെടുത്തുകൊണ്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ കറി റെഡിയായി കേട്ടോ. അപ്പോൾ നമുക്ക് തീ നിർത്തി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാലക്കറി നല്ല ടേസ്റ്റിയാണ്. ഇറച്ചിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇറച്ചിക്കറി വെക്കുന്ന രുചി. പിന്നെ ഇറച്ചിക്ക് പകരം ഉരുളൻകിഴങ്ങാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ചാറ് വറ്റിച്ചെടുക്കേണ്ടവർക്ക് ചാറ് വറ്റിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ചോറ് ഒഴിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് ഇറച്ചിയോ മീനോ ഒക്കെ ഒന്നും ഇല്ലാണ്ട് വരുമ്പോൾ ഇതുപോലെ വെജിറ്റബിൾ കൊണ്ട് നമുക്ക് ഒരു സിമ്പിൾ ഇറച്ചിക്കറി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.